അങ്ങനെയെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അഥവാ രക്ഷാനായകൻ, പൂർത്തി വരുത്തുന്നവൻ യേശുവിന് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞത് യുക്തം, അത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നെങ്കിൽ ആ ക്യാപ്റ്റന്റെ പുറകെ ഇറങ്ങുന്നവരെ കഷ്ടങ്ങളാൽ തികഞ്ഞവരാക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മളല്ലോ ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അകത്ത് കയറിയാൽ നമ്മൾ രക്ഷപ്പെടും. കഷ്ടങ്ങളാൽ തികഞ്ഞവരാക്കുക, മെയ്ഡ് ഹിം പെർഫെക്റ്റ്. നന്മ തന്നല്ല ദൈവം പെർഫെക്റ്റ് ആക്കുന്നത്, സമൃദ്ധി തന്നല്ല പെർഫെക്റ്റ് ആക്കുന്നത്. ഇന്നത്തെ പല ടീച്ചിങ്സ് നമ്മുടെ ഉള്ളിൽ അറിയാതെ കയറിയിട്ടുണ്ട്. ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ഉയർത്തിയപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയെന്ന്. എന്റെ സഹോദരങ്ങൾക്ക് ഇല്ലാത്ത പലതും എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പെർഫെക്റ്റ് എന്ന അല്ല. വേറെ ദിവസം അങ്ങനെയല്ല പറയുന്നത്. എന്നെ തികഞ്ഞവനാക്കുന്നത് എപ്പോഴാണ്? കഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് ദൈവം എന്നെ പെർഫെക്റ്റ് ആക്കുന്നത്. യെസ്, ഹല്ലേലൂയ. നാട്ടിലെ എൻ്റെ അയൽവാസിക്ക്, എൻ്റെ കൂടെ പഠിച്ചവർക്കോ എൻ്റെ ബന്ധുമിത്രാദികൾക്കോ പലർക്കും ഇല്ലാത്ത ചില ഭൗതിക നന്മ ദൈവം തരും. തരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ദൈവത്തിന്റെ നീതിയാണ്, അത് തരും. പക്ഷെങ്കിൽ അങ്ങനെയല്ല ദൈവം എന്നെ തികഞ്ഞവനാക്കുന്നത്. ഓ ഹല്ലേലൂയ. അറിയാതെയെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇത് കയറിയിട്ടുണ്ട്. കർത്താവേ, ഞാൻ ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഇന്ന് എന്നെ അങ്ങ് മാനിച്ചു, ഉയർത്തി, ഞാൻ തികഞ്ഞവനായി എന്ന് എനിക്ക് സന്തോഷത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നുവെന്ന് പറയാനല്ല ദൈവം വിളിച്ചത്. അത് കിട്ടിയാൽ നിങ്ങൾ സ്തോത്രം ചെയ്തു. പക്ഷെ നിങ്ങളെ തികഞ്ഞവരാക്കുന്നത് കഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നന്മയും ഉയർച്ചയും സമൃദ്ധിയും മാത്രമേ ഉള്ളെങ്കിൽ ഈ ഭൗതിക ലോകത്തെ മറ്റു മനുഷ്യരുമായി എനിക്ക് എന്ത് വ്യത്യാസം? ഓ ഹല്ലേലൂയ. ഭൗതികമായി ഞാൻ ഉയർന്നെങ്കിലും ഞാൻ തികഞ്ഞവനാകുന്നത്, പെർഫെക്റ്റ് ആകുന്നത് കഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ ആണെങ്കിൽ, എന്നെ ചില കഷ്ടത്തിലൂടെ കടത്തിവിടുന്നത് എന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതെന്നെ തികഞ്ഞവനാക്കാനാണ്. ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് പറ, കർത്താവേ, തികഞ്ഞവനാക്കാൻ തരുന്ന ദൈവത്തിന്റെ ഇഷ്ടം തകർച്ചയാണെങ്കിലും കഷ്ടതയാണെങ്കിലും ഞാനിതാ